ഞാൻ വിളിക്കാം. ആ ഓക്കെ ഞാൻ വിളിക്കാം. എനിക്ക് താ. എന്താ എനിക്ക് താ. എന്ത്? ആ പഴം. ഏത് പഴം? ഞാൻ വിളിക്കാം. ഇപ്പൊ പറഞ്ഞില്ലേ ഞാൻ വിളിക്കാന്നല്ല പറഞ്ഞേ. ഞാൻ നാളെ ഇന്ന് ഗൾഫിന് പോവല്ലേ. അപ്പം എന്റെ കൂട്ടുകാരിങ്ങനെ ഓരോരുത്തർ വിളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറയണ അവരുടെ നാളെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. അയ്യോ അങ്ങനായിരുന്നോ? ഞാൻ വിചാരിച്ചു ഗൾഫിലോട്ട് പോലെ. അപ്പൊ കൂട്ടുകാർ സന്തോഷത്തോടെ എന്തോ പടം തന്നതായി. ഞാൻ വിളിക്കാന്ന് ഈ പറയണത്. എന്നാലും ചേട്ടാ 10 വർഷമായിട്ട് നമ്മൾ ഒരുമിച്ച് താമസിച്ചല്ലേ ചേട്ടാ. പെട്ടെന്ന് ചേട്ടനും ഗൾഫിൽ പോകുന്നൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു ചേട്ടാ. ഇനി സങ്കടപ്പെടാതെ. ഇപ്പൊ നമുക്ക് കുട്ടികളൊന്നുമില്ല എങ്കിലും ഗൾഫിൽ പോയി നമുക്ക് ജോലി എടുത്ത് ഇനി നമുക്കൊന്ന് ഡെവലപ്പ് ആകാം. അതല്ലേ ചേട്ടാ. ചേട്ടൻ പോയിരുന്നു ഇവിടെ ചേട്ടാ. ചേട്ടൻ പോണ്ടേട്ടാ. ഞാൻ പോണില്ല. പോന്നില്ലെന്നോ? അമ്മ ഇതാ വിസയ്ക്ക് കൊടുത്തിട്ട് പോന്നില്ലെന്നോ? അതെന്തൊരു പറച്ചിലാ പറയുന്നത്? എങ്ങനെ ജീവിക്കുമെന്നാ? താറാവിനെ ആട്ടി ഇങ്ങനെ നടന്നാ മതി. ഗൾഫിൽ പോണം. അല്ല എന്നാ ഞാൻ പോയേക്കാം. പോവാന്നൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് പറയുമ്പോ എന്റെ മനസ്സിൽ എന്തോ പോലങ്ങ് തോന്നു കേട്ടാ. സഹിക്കണില്ല. ഞാൻ അവിടെ ചെന്ന് ജോലി എടുത്ത് നിനക്ക് പൈസ അയച്ചുതരാം. നീ ഒരെണ്ണം മേടിച്ചു. എന്ത് സൈക്കിള്? സൈക്കിൾ ഇല്ലെന്നാണോ പറഞ്ഞത്? എനിക്ക് സഹിക്കണില്ലെന്ന്. നീ അങ്ങനെ പറയാതെ എനിക്ക് സങ്കടം വരും. അങ്ങനെ പറയാ. എന്നാ ഞാൻ പോണില്ല. അതെന്തൊരു പറച്ചിലേട്ടാ പറയുന്നേ? ശാന്തയുടെ രമയുടെ ഒക്കെ കഴുത്തിൽ കിടക്കുന്ന മാല കണ്ടു? 5-6 അവന്റെ മാല. ഇത് 1.5 ഗ്രാമിന്റെ ഒരു മാല. എനിക്ക് ആഗ്രഹമില്ല നല്ല സ്വർണ്ണമൊക്കെ ഇട്ട് നടക്കണമെന്ന്. ചേട്ടൻ ഗൾഫിൽ പോയേ പറ്റത്തുള്ളൂ. എന്നാ ഞാൻ പോകാം. ചേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ അല്ല അങ്ങനല്ല. ചേട്ടൻ പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആരുണ്ട് ചേട്ടാ? അതിനല്ലേ കുട്ടനാട്ടിൽ നിന്ന് എന്റെ അമ്മാവ് വരൂലേ. കുമ്മാവന്റെ കാര്യം ഒന്ന് എന്നോട് പറയാം. നിന്നെ നോക്കിക്കോളൂ. ഞാൻ 3 വർഷം കഴിയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരും. അതുവരെ നിന്നെ അമ്മാവൻ നോക്കിക്കോളൂ. അമ്മാവൻ ഇവിടെ ഒന്ന് താമസിക്കും. അമ്മാവൻ എന്ത് എന്നിട്ട് 2 ദിവസം മുമ്പേ ഈ വീട്ടിൽ വരാന്ന് പറഞ്ഞാണോ അമ്മാവൻ? എന്നിട്ട് ഇതുവരെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ കൂടുതൽ വാചകം ഒന്നും പഠിക്കണം. 5 സെന്റ് സ്ഥലം ഉള്ളത് നിങ്ങളുടെ പെങ്ങൾക്ക് എഴുതി കൊടുത്തില്ലേ? ആ അമ്മാവന്റെ വാചകം ഒന്ന് നിങ്ങൾ കൂടുതൽ പറയത്. എനിക്ക് പരട്ടക്കുളവൻ എനിക്ക് കണ്ണാലിമണി എനിക്ക് കണ്ടുകൂടാ. അങ്ങനെയൊന്നും പറയാതെ അമ്മാവൻ വരും. അമ്മാവൻ അങ്ങനെ ഉദ്ദേശിക്കുന്ന ആളല്ല. അമ്മാവൻ വരും. അമ്മാവനെ കുറിച്ച് അങ്ങനെ പറയില്ല. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഒരു ചുമ. ഞങ്ങളിപ്പം അമ്മാവനെ കുറിച്ച് ഇവളിങ്ങനെ വാദോരാതെ സംസാരിച്ച് നാക്കെടുത്തിട്ട് അലമാരത്തെ വെച്ചല്ലേ? അത് അണ്ണാക്കിനകത്ത് ഇട്ടതേ ഉള്ളൂ. ഞാൻ പറയാന്ന് നമ്മുടെ കുടുംബത്തിൽ ഇതുപോലെ നല്ലൊരു അമ്മാവൻ വേറെ ഇല്ലല്ലോ എന്ന് പറയാം. അവിടെ ഇരുന്നില്ല. ഞാൻ കേട്ടായിരുന്നു. ഞാൻ 2 ദിവസം ഇവിടെ വന്നിട്ട്. നിങ്ങൾ ഇവിടെ 2 ദിവസമായിട്ട്? ഞങ്ങള് ഗൾഫിന് പോകുമല്ലേ. അപ്പൊ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയതാ. പർച്ചേസിംഗ് അല്ല. പർച്ചേസിന് എവിടെ പോയെന്ന് എവിടെയാണ് പോയത്? ഊട്ടി കൊടൈക്കനാലിലൊക്കെയാണ് പർച്ചേസിന് പോയത്. ഇപ്പൊ മനസ്സിലായി. എടാ ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ ഡ്രസ്സൊക്കെ മൊത്തം അഴുക്കായി. അതെല്ലാം ഞാൻ കഴുകി അവിടെ ഇട്ടപ്പോ പിന്നെ കാണുന്ന ഇതാണ്. എടുത്ത് ഞാൻ അങ്ങനെ ഇട്ടു. നമുക്ക് എന്തായാലും അയ്യോ ഇത് തറ ഉടക്കുന്നായിരുന്നു. തറയാവുമ്പോ കുഴപ്പമില്ലടി. തറ അമ്മാവനെയാണോ തറയെന്ന് വിളിച്ചേ? അവനെന്നല്ലെന്ന്. ഈ തറ തുടയ്ക്കുമ്പോ തറയ്ക്ക് വിഷയമൊന്നും ഇല്ലല്ലോ. അത് വിഷയം. ശരി അമ്മാവനൊന്നും ഇട്ടെന്ന് പറഞ്ഞ് തറയ്ക്ക് അത് വലിയ വിഷയമൊന്നും നോക്കത്തില്ല. നീ ഏതായാലും വിദേശത്തേക്ക് പോകാൻ പോയാണ്. നിനക്കറിയാല്ല. നീ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? അമ്മാവൻ നോക്കും. അമ്മാവന്റെ വീട്ടിലെ കാര്യം നോക്കണം, ഇവിടുത്തെ കാര്യം നോക്കണം. അത് നീ മനസ്സിലാക്കണം. നീ എനിക്കറിയാവോ മിനി, അമ്മാവൻ കൊച്ചുനാളിൽ എന്നെ എടുത്തു വളർത്തിയത് അറിയാം. അപ്പൊ നിങ്ങൾ ഈ കുടുംബത്തിൽ പറഞ്ഞല്ലേ അമ്മാവൻ എടുത്തു വളർത്തിയാന്ന് പറഞ്ഞു? അങ്ങനെ ദത്തെടുത്ത് വളർത്തിയാന്നല്ല. പിന്നെ അമ്മാവൻ എന്നെ എടുത്ത് വളർത്തിയ ഒക്കെ തിരിച്ച് വളർത്തിന്ന്. അമ്മാവൻ ഓർക്കുന്നുണ്ടോ എന്റെ കുട്ടിക്കാലം? നിന്റെ കുട്ടിക്കാലോ? എന്റെ കുട്ടിക്കാലം? ചേട്ടാ എന്റെ കുട്ടിക്കാലത്ത് നീ ഇല്ലല്ലോ. പിന്നെ നീ എന്റെ കുട്ടിക്കാലം പറയണ കാര്യം തന്നെ ഇരിക്കണത്. അമ്മാവന്റെ കുട്ടിക്കാലം എന്റെ കുട്ടിക്കാലം. അത് അങ്ങനെ പറ. ഒരു നാടകശൈലി പിടിച്ചു വന്നതായിരുന്നു. അല്ലേ ശരിക്കും നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോ ആ സ്റ്റൈല് നല്ല കൊള്ളാം. സൂപ്പർ ആയിട്ടുണ്ട്. അമ്മാവൻ ഓർക്കുന്നുണ്ടോ എന്റെ കുട്ടിക്കാലം? കണ്ണിമാങ്ങ വേണമെന്ന് പറഞ്ഞപ്പോൾ മാവിൽ കയറി എനിക്ക് കണ്ണിമാങ്ങ പറിച്ചു തന്നത്. കണ്ണിമാങ്ങ വേണമെന്ന് പറയുമ്പോ പിന്നെ കണ്ണിമാങ്ങ മേടിച്ചു തരാണ്ട് എനിക്ക് തേങ്ങ വെട്ടി തരാൻ പറ്റുമോ നിനക്ക്? തേങ്ങ വെട്ടി തരാൻ പറ്റുമോ? കളിവെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അമ്മാവൻ പേപ്പർ മടക്കി എനിക്ക് വള്ളം ഉണ്ടാക്കി തരുമായിരുന്നു. പിന്നെ കളിവെള്ളം വേണമെന്ന് പറയുമ്പോ പേപ്പർ മടക്കില്ലാണ്ട് ഞാൻ ഷിപ്പ്യാർഡിൽ പോയിട്ട് നിനക്കൊരു കപ്പൽ മേടിച്ചുകൊണ്ട് വന്നരാം. അമ്മാവന്റെ അല്ലേ ഇളക്കിക്കൊണ്ട് കളയാതെ അമ്മ ഇടക്കിടക്ക് വിട്ടുപോ. നിനക്ക് വേറെ സംഭവം അറിയാമോ? ഞാനും അമ്മാവനോട്ട് ആന കളിക്കുവായിരുന്നു. അറിയാമോ? ആന കളിക്കോ? ഇവിടെ ആനയോ? അല്ലെന്ന് ഇവൻ ഇവിടെ ആയിരുന്ന. ഇനി 3 വർഷം കഴിഞ്ഞ് ഞാൻ വരുവുള്ളൂ.
എന്റെ ഓർമ്മയ്ക്കായി കളിവെള്ളം ഉണ്ടാക്കി തരാൻ പറ്റില്ല, എന്നാലും എനിക്ക് ആന എന്ന് കളിക്കണം. ആന കളിക്കണം. അമ്മാവന്റെ മുമ്പ് ഞാനിപ്പോഴും കൊച്ചാണ്. കളിക്കട്ടെ അമ്മാവ, ആഗ്രഹമല്ലേ, ഒന്ന് കുടിഞ്ഞു കൊട്. ആന കളിക്കണം. കിഴക്ക് കിഴക്കൊരാന പൊന്നണിഞ്ഞ് നിക്കണേ, താലവട്ടം പെഞ്ചാമരം താലി പീലി നെറ്റിപ്പട്ടം, എനിച്ചറിയാം അമ്പിളി മാമൻ. എന്നാ അമ്മാവ, തവള കളിക്കാനാണോ പറഞ്ഞ? ആമ കളിക്കാനല്ലേ? പാണ്ടിലോറി കയറിയ അവള കിടക്കണം, അവളെ കിടക്കണം. എഴുന്നേറ്റ് പൈസ പ്രായമൊക്കെ പാവം അമ്മാവൻ നടുവും കളഞ്ഞ് നിങ്ങളെ വെറുതെ ഒരു ആനകളി പറഞ്ഞിട്ട്. അമ്മാവനൊരു കാര്യം പറയാം, നീ ഏതായാലും നീ ഗൾഫിലേക്ക് പോകാൻ പോയാണ്. അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ ടിക്കറ്റും ഒരു വിസ എനിക്ക് ഇങ്ങോട്ട് അയച്ചെന്നെങ്കിൽ ഞാൻ അപ്പൊ അവിടെ കയറി വരും. ഇടാ, ഞാൻ അപ്പൊ അവിടെ കയറി വരും. നിന്റെ പ്രശ്നം അവിടെ പരിഹരിക്കാൻ ഞാൻ അവിടെ കയറി വരും. അപ്പൊ അമ്മാവൻ അങ്ങോട്ട് പോയി, എനിക്ക് പിന്നെ ആരാ ഉള്ളേ? ഞാനിപ്പൊ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോ അവിടെ രണ്ടുപേരുടെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഞാൻ ഇവനെ ഇങ്ങോട്ട് കയറ്റി വിടും. അപ്പൊ ഇവൻ നിനക്ക് കൂട്ടായ. അപ്പൊ അമ്മാവൻ അവിടെ അങ്ങ് സെറ്റിൽഡ് ആവണം, ഞങ്ങൾ ഇവിടെ അങ്ങ് നിക്കണം. അതാണല്ലേ? ഒരു കാര്യം ചെയ്യ് മക്കളെ, ഇപ്പൊ പോലെ അമ്മാവൻ ഇപ്പൊ വരാം. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് എന്റെ മകന് തന്നു വിട്ടില്ലെങ്കിൽ പറ്റില്ല. കുഴപ്പമില്ല അമ്മാവൻ ഇവിടെ സേഫ് ആയിട്ട് നിന്നാ മതി. ഞാനുണ്ട് ഇവിടെ, ഞാനിവിടെ നോക്കണം. ഓക്കെ, അമ്മാവനി പോരാ കേട്ടോ. ഒരു കാര്യം പറയും, നീ പറയണ്ട, കരയാൻ വേണ്ടിട്ടല്ല. ഞാൻ പറയട്ടെ, ചേട്ടനൊരു അസുഖം ഉള്ളത് ഏത് വണ്ടി കയറിയാലും കയ്യും തലയൊക്കെ എടുത്ത് പുറത്തിടും. അതുപോലെ ഈ വിമാനത്തിൽ കയറിയിട്ട് അങ്ങനൊന്നും ചെയ്യില്ല കേട്ടോ. വിമാനത്തിൽ അങ്ങനൊന്നും ചെയ്യാൻ പറ്റൂലടി. മഴയൊക്കെ പെയ്ത് മഴയൊന്നും കൊള്ളില്ല കേട്ടോ. അതെങ്ങനെ വിമാനത്തിൽ ഒന്നും കൊള്ളൂല്ലെന്ന്? ചേട്ടാ, ആകാശത്തോടല്ലേ ആദ്യം മഴ വരുന്നത്, ആദ്യം വിമാനത്തിലാ പെയ്യുന്നത്, പിന്നെ താഴേട്ട് വരത്തുള്ളൂ. മഞ്ഞമലയിലൊക്കെ വന്ന് ഇടിച്ച് വിമാനം അങ്ങനെ തകർന്നു പോവോ ഏട്ടാ? എന്തൊക്കെ പറഞ്ഞേ? ഞാൻ അക്കരക്കാണ് പോകുന്നത്, അല്ലാണ്ട് ആ മേലേക്കല്ല ഞാൻ പോണത്, മനസ്സിലായോ? അല്ല, എന്നാലും ചേട്ടൻ പോണ്ടേട്ടാ. അമ്മാവനും തടാ എന്ത് ഒരു ബോണ്ട പോണ്ടെന്നാ പറഞ്ഞത്. ഒരു കാര്യം, അമ്മാവന് കണ്ണിമാങ്ങ തരാൻ പറ്റിയില്ല നിനക്ക്. ഏതായാലും കൊച്ചുവെള്ളം അമ്മാവൻ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടെങ്കിലും അമ്മാവനെ ഓർക്കുമല്ലേ എന്റെ കൊച്ചു അവിടെ ചെന്നിട്ട്. അമ്മാവൻ എന്നോടുള്ള സ്നേഹം കണ്ട എനിക്ക് വയ്യ. അമ്മാവൻ കൊച്ചുവെള്ളം ഉണ്ടാക്കി തന്നേക്കുക. ഇതും കൊണ്ട് ഞാനിപ്പോ ഗൾഫിൽ പോണം. അമ്മാവന്റെ ഒരു ആഗ്രഹം. എല്ലാം അമ്മാവനാണ് നിൽക്കുന്നത്. അമ്മാവനെ ഓർക്കണം നീ. അതെ, വികാരം നോക്കേ, ഒന്നടങ്ങ്. ഇതെന്താ കൊണ്ട് ഈ കൊച്ചുവെള്ളം ഉണ്ടാക്കിയേക്കുന്നത്? ആ മേശപ്പുറത്തൊരു ചെറിയ ബുക്ക് ഇരിപ്പില്ലായിരുന്നു. ചെറിയ ബുക്ക് ഇരുന്നുകൊണ്ടോ? അതുകൊണ്ട് എന്റെ പൊന്നു മനുഷ്യ, നിങ്ങളുടെ പാസ്പോർട്ട് എടുത്ത ഈ കിളവൻ വെള്ളം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നിങ്ങളുടെ പാസ്പോർട്ട് എടുത്ത വെള്ളം ഉണ്ടാക്കിയേക്കുന്നത്. ഞാൻ എങ്ങനെ അക്കരയ്ക്ക് പോകും? അമ്മാവനും കൊച്ചുമോനോട് ഈ കൊച്ചുവെള്ളത്തെ കയറി അക്കരയൊക്കെ തുഴഞ്ഞങ്ങ് പോ.